ഹലോ, വെൽക്കം ടു ബ്രാൻഡ് ഇൻസൈറ്റ്സ് ബൈ ബിസ്പോൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ട്രേഡ് മാർക്ക് ക്ലാസ്സിനെ പറ്റിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടുതലായിട്ട് ട്രേഡ് മാർക്ക് സെർച്ചിനെ പറ്റിയാണ്. അതായത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി, അതിപ്പോൾ അതിനൊരു പേര് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പേര് ഡിസൈഡ് ചെയ്യാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ടുള്ള ട്രേഡ് മാർക്ക് സെർച്ച് നടത്താതെ നമ്മളൊരു പേര് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്കുണ്ടാവാൻ പോകുന്ന കോൺസിക്വൻസസ്, അതേപോലെ ട്രേഡ് മാർക്ക് സെർച്ചിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരു ട്രേഡ് മാർക്ക് സെർച്ച് ചെയ്യേണ്ടത്, അതിനെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രിവാൻഡ്രത്ത് 2 ഫ്രണ്ട്സ് ചേർന്നിട്ട് ഒരു കഫേ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആ കഫേക്ക് അവരൊരു പേരിട്ടു, കഫേ ലൂം എന്നാണ് കഫേയുടെ പേര്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് ചെയ്തു, അഡ്വർടൈസ്മെൻറ്റ് ചെയ്തു, കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു, അതിൻ്റെ ലേബലിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തു. അതിനുശേഷമാണ് ഒരു ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ ഫയൽ ചെയ്യാനായിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായാലും ട്രേഡ് മാർക്ക് സെർച്ച് കണ്ടക്ട് ചെയ്യും. സെർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ കഫേ ലൂം എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് വേറൊരു ബ്രാൻഡ് കഫേ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ പക്ഷേ അവർക്ക് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവർ പറഞ്ഞു എനിക്ക് ഈ പേര് തന്നെ വേണം, കാര്യം ഞങ്ങൾ ഇതിനകത്ത് ബ്രാൻഡിങ്ങും അഡ്വർടൈസ്മെൻറ്റിനൊക്കെ ആയിട്ട് ഒരുപാട് എക്സ്പെൻസസ് അവർക്ക് ചിലവായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ പേര് തന്നെ വേണമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അഫിഡവിറ്റ് വെച്ച്, അതായത് യൂസേജുള്ള യൂസർ അഫിഡവിറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ച് നമ്മൾ അപ്ലിക്കേഷൻ ഫയൽ ചെയ്തു. ഒബ്ജക്ഷൻ വരും, എന്തായാലും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രാൻഡ് ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഒബ്ജക്ഷൻ വന്നു. പക്ഷേ ഹിയറിങ്ങിന് കയറിയപ്പോഴും നമ്മളുടെക്കാളും പ്രയർ യൂസേജ് അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കഫേ ലൂം എന്നുള്ള പേര് നമുക്ക് കിട്ടിയില്ല, അത് റിജക്റ്റായി. അതിനുശേഷം ഇവർക്ക് എന്ത് ചെയ്തു, ലീഗൽ നോട്ടീസ് വന്നിട്ട് കാര്യം ഇവർ ബ്രാൻഡ് വീണ്ടും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലീഗൽ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീണ്ടും ഈ ബ്രാൻഡ് യൂസ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് 2 lakh കോമ്പൻസേഷൻ, അവർക്ക് എത്രയാണ് അവരുടെ ഈ ബ്രാൻഡ് യൂസ് ചെയ്തുകൊണ്ടുള്ള അവർക്ക് എക്സ്പെൻസ് വന്നിട്ടുള്ളത്. കാര്യം ഇത് കോൺഫ്ലിക്റ്റ് ആണ് അല്ലേ, അതായത് 2 പേര് തമ്മിൽ ഒരേ ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യുന്നത് കോൺഫ്ലിക്റ്റ് മാർക്കാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവർ 2 ലക്ഷം രൂപ അവരെന്ത് ചോദിച്ചു, കോമ്പൻസേഷൻ ചോദിച്ചു. അപ്പോൾ അവരെന്ത് ചെയ്തു, അപ്പോൾ വിഡ്രോ ചെയ്യാം എന്നുള്ള ഒരു ഡിസിഷനിലോട്ട് എത്തി. ഇവർക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഈ നെയിം നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ള ഡിസിഷനിലോട്ട് എത്തി. അപ്പോൾ നെയിം ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ബ്രാൻഡിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ്പെൻസസ് ഒക്കെ അവിടെ നഷ്ടമാവുകയാണ് അല്ലേ. നമ്മൾ ബ്രാൻഡ് ചൂസ് ചെയ്തു, ഈ നെയിം ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ ഈ പ്രൊഡക്റ്റിലും ലേബലിങ്ങിലും എല്ലാം മാറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് എക്സ്പെൻസസ് തന്നെ അവർക്ക് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജിൽ പ്രോപ്പർ ആയിട്ടുള്ള ട്രേഡ് മാർക്ക് സെർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ട്രേഡ് മാർക്ക് സെർച്ച് നടത്തി ഈ ബ്രാൻഡ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ് എന്ന് നമ്മൾ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ഈ നെയിം ചേഞ്ച് ചെയ്യായിരുന്നു ആദ്യം തന്നെ. പക്ഷേ ഇവർ ഇത്രയും യൂസേജ് ആയി 2 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞതും ഇതേപോലെ തന്നെ പേര് വിഡ്രോ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയതും. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ കറക്റ്റായിട്ടുള്ള പ്രോപ്പർ സെർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കറക്റ്റായിട്ട് നടത്തിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള എക്സ്പെൻസസ് നമുക്ക് ബെയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എങ്ങനെയാണ് ട്രേഡ് മാർക്ക് സെർച്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സെർച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിലോ അല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിളിലോ ഇതേപോലെ വേറെ ആരെങ്കിലും ബ്രാൻഡ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്നതല്ല. നമുക്ക് IP ഇന്ത്യ പബ്ലിക് സെർച്ച് പറഞ്ഞിട്ടുള്ള ഒരു പോർട്ടലുണ്ട്, അതായത് ട്രേഡ് മാർക്കിൻ്റെ ഡാറ്റാബേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കയറിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ട്രേഡ് മാർക്ക് സെർച്ച് കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ട്രേഡ് മാർക്ക് സെർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം വേർഡ് മാർക്കായിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം, ഫോണറ്റിക് ആയിട്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ആദ്യം വേർഡ് മാർക്ക് അപ്ലിക്കേഷൻ ക്യുക്ക് ഫുഡ്സ്, QUICK ക്യുക്ക് ഫുഡ്സ് എന്നാണ് എൻ്റെ ബ്രാൻഡിൻ്റെ പേര്. ഞാൻ അപ്ലിക്കേഷൻ ഫയൽ ചെയ്തു, നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി, വേറെ ഇതേപോലത്തുള്ള വേറെ ബ്രാൻഡ് ഒന്നുമില്ല. സെർച്ച് ചെയ്തു, അതായത് വേർഡ് മാർക്കിലാണ് ഞാൻ സെർച്ച് ചെയ്തത്, അതായത് ഈ ബ്രാൻഡിന് സിമിലർ ആയിട്ടുള്ള വേറെ സെയിം നെയിം ഒന്നും വേറെ അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ അപ്ലിക്കേഷൻ ഫയൽ ചെയ്തപ്പോഴാണ് ഒബ്ജക്ഷൻ വന്നത്. എന്താ ഒബ്ജക്ഷനിൽ വന്നിരിക്കുന്നത്, ഓൾറെഡി KWIK ക്യുക്ക് എന്നുള്ള വേറൊരു നെയിം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ട്രേഡ് മാർക്ക് സെർച്ചൊക്കെ ചെയ്തു, പക്ഷേ വേർഡ് മാർക്കിൽ മാത്രമാണ് സെർച്ച് ചെയ്തത്. നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, ഫോണറ്റിക്കിൽ കൂടി നമ്മൾ ട്രേഡ് മാർക്ക് സെർച്ച് കണ്ടക്ട് ചെയ്യേണ്ടതായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണറ്റിക്കൽ ഡിഫറൻസസും കൂടി, അതായത് ഫോണറ്റിക്കൽ സിമിലാരിറ്റീസും കൂടെ രജിസ്റ്റർ ചെക്ക് ചെയ്യും. അതായത് നെയിം ഓൾറെഡി ഒരേപോലെ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഫോണറ്റിക്കലി വേറെ ഏതെങ്കിലും തരത്തിലുള്ള സിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ
ഉണ്ടെങ്കിലും നമുക്ക് ഒബ്ജക്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ചുമ്മാ നമ്മൾ വേർഡ് മാർക്കിൽ മാത്രം സെർച്ച് ചെയ്തിട്ട് കാര്യമില്ല, ഫോണറ്റിക് കൂടെ നമ്മൾ സെർച്ച് ചെയ്യണം. അപ്പോൾ നമ്മളൊരു ബ്രാൻഡ് നെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് നെയിം ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഗൂഗിളിലും അതേപോലെ ട്രേഡ് മാർക്കിൻ്റെ വെബ്സൈറ്റിലും എല്ലാം, ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലും എല്ലാത്തിലും നമ്മൾ സെർച്ച് ചെയ്യുക മാത്രം ചെയ്താൽ പോരാ. കാര്യം നമ്മളിപ്പോൾ ആപ്പിൾ APPLE എന്നുള്ള വേർഡാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ APPLE മാത്രം സെർച്ച് ചെയ്താൽ പോരാ, APPLE ഒരു LEയും കൂടി ഇട്ടിട്ട് ആപ്പിൾ, അതായത് അതിന് ഫോണറ്റിക്കലിയോ അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ നെയിംസും നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അതായത് എക്സാക്ട് നെയിം മാത്രമല്ല ചെക്ക് ചെയ്യേണ്ടത്, അതിന് റിലേറ്റഡ് ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ക്വിക്ക് ഫുഡ്സിൻ്റെ എക്സാമ്പിളില്ലേ, അതേപോലെ വരുന്ന എല്ലാ നെയിമുകളും നമ്മൾ സെർച്ച് ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടില്ല, പക്ഷെ നമ്മളത് ഡീപ്പായിട്ട് സെർച്ച് ചെയ്യണം. അതുമാത്രമല്ല, നമ്മൾ ചിലപ്പോൾ നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിൻ്റെ കോർ ആക്ടിവിറ്റിയുള്ള ക്ലാസ്സിൽ മാത്രമാണ് നമ്മൾ ട്രേഡ് മാർക്ക് സെർച്ച് ചെയ്തോളൂ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ് നൈക്ക് എന്നുള്ള വേർഡ് നമ്മൾ നമ്മുടെ 24 അല്ലെങ്കിൽ 25 മാത്രം സെർച്ച് ചെയ്യാണ്ട് അതിന് റിലേറ്റഡ് എന്നല്ല, ഏതൊക്കെ ക്ലാസ്സിലാണ്, അതൊരു ഫേമസ് ബ്രാൻഡാണ്. ഓക്കെ, അപ്പോൾ ആ പേര് നമുക്ക് ചിലപ്പോൾ എല്ലാ ക്ലാസ്സിലും അവർ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ അത് ഒരു വെൽ നോൺ മാർക്ക് ആയതുകൊണ്ട് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഫേമസ് ബ്രാൻഡുകളുടെ നെയിമുകൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ചെറുതായിട്ടുള്ള സ്പെല്ലിങ്സും അതേപോലെ എക്സാക്റ്റ് ആയി ഉണ്ടാവില്ല, ലോഗോയിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഞാൻ ഒരുപാട് ക്ലയൻസിനെ ഇതുപോലെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ പേര് നമ്മളുടെ പേരായിട്ടുള്ള സിമിലാരിറ്റീസ് ഒന്നും ഇല്ലല്ലോ, നമ്മളുടെ പേര് ഡിഫറെൻ്റ് അല്ലേ, കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അത് ഫോണറ്റിക്കലി ചിലപ്പോൾ അതിന് സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഒബ്ജക്ഷൻ വന്നിട്ട് അവർ പറയുകയാണ് രജിസ്ട്രി അതിന് സിമിലാരിറ്റി ഉള്ളത് കൊണ്ടാണല്ലോ ഒബ്ജക്ഷൻ നമുക്ക് തന്നിട്ടുള്ളത്, പക്ഷെ എന്നിട്ടും പറയും അവർ ആ ബ്രാൻഡും നമ്മുടെ ബ്രാൻഡും നമ്മൾ യാതൊരു സിമിലാരിറ്റി ഇല്ല, എൻ്റെ ബ്രാൻഡ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സോ അല്ലെങ്കിൽ സർവീസസോ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ എന്താണ് എനിക്ക് ഒബ്ജക്ഷൻ വന്നിട്ടുള്ളത്. ക്ലാസ് 35 എന്നുള്ള ക്ലാസ്സിനകത്ത് എല്ലാതും വരും, അതായത് എല്ലാ പ്രൊഡക്ട്സിൻ്റെ സെയിൽസ് വരുന്ന ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സെയിൽസ് വരുന്നത് കാരണം ഏത് പ്രൊഡക്റ്റിനും, ക്ലോത്തിങ്ങിൻ്റെ ആണെന്നുണ്ടെങ്കിലും അതേപോലെ കോസ്മെറ്റിക്സ് ആണെന്നുണ്ടെങ്കിലും ഏത് പ്രൊഡക്റ്റിൻ്റെ ആണെങ്കിലും സെയിൽ 35 വരുന്നതുകൊണ്ട് അതിന് സിമിലർ ആയിട്ടുള്ള നെയിം നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒബ്ജക്ഷൻ വരും. നമ്മൾ അതേ പ്രൊഡക്റ്റ് തന്നെ സെയിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് വരാം, ഒബ്ജക്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇനീഷ്യലി ട്രേഡ് മാർക്ക് സെർച്ച് ചെയ്യുമ്പോൾ എക്സാക്ട് നെയിം മാത്രം സെർച്ച് ചെയ്തിട്ട് കാര്യമില്ല, വിഷ്വലി സിമിലാരിറ്റി ഉള്ളത് അതേപോലെ തന്നെ ഫോണറ്റിക്കലി സിമിലാരിറ്റി ഉള്ളത് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സെർച്ച് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ വരുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ട്രേഡ് മാർക്ക് സെർച്ച് എല്ലാം നടത്തി, പക്ഷേ വേറെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രാൻഡൊന്നും ആ സെയിം ക്ലാസ്സിനകത്തില്ല, എന്നിട്ടും എനിക്ക് ഒബ്ജക്ഷൻ വന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അവരുടെ പേര് എന്ന് പറഞ്ഞത് കോമൺ ആയിരിക്കും. കോമൺ നെയിം എന്ന് പറയുമ്പോൾ ബെസ്റ്റ് ഫുഡ്സ്, സൂപ്പർ ഫുഡ്സ്, അതായത് വളരെ കോമൺ ആയിട്ടുള്ള ജനറൽ വേർഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴും എന്ത് വരാറുണ്ട്, ഒബ്ജക്ഷൻസ് വരാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ബ്രാൻഡ് ഒന്നുമില്ല, സിമിലർ നെയിം ഒന്നുമില്ല, പക്ഷേ ഈ ബെസ്റ്റ് എന്നുള്ള വേർഡ് ഒരാൾക്ക് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് കൊടുക്കാനായിട്ട് പറ്റില്ല. അല്ലാതെ അതേപോലെ തന്നെ കേരള, അതേപോലെ എന്തെങ്കിലും സ്ഥലത്തിൻ്റെ പേര്, അതിനൊന്നും നമുക്ക് ഒരാൾക്ക് മാത്രം അതിൻ്റെ എക്സ്ക്ലൂസീവ് റൈറ്റ് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ബ്രാൻഡ് നെയിം ചൂസ് ചെയ്യുമ്പോൾ കോമൺ നെയിംസ് ആണോ എന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. കോമൺ നെയിംസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് രജിസ്ട്രേഷൻ കിട്ടാനുള്ള ചാൻസസ് കുറവാണ്. അതേപോലെ ക്വാളിറ്റി എന്തെങ്കിലും സ്റ്റാൻഡേർഡ് എന്തെങ്കിലും ഡിപിക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള പേരുകൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടില്ല. അതേപോലെ നമ്മൾ ഒഫീഷ്യൽ നെയിംസ്, എന്തെങ്കിലും ഒഫീഷ്യൽ നെയിംസ് അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫേമസ് പേഴ്സണാലിറ്റിയുടെ നെയിംസൊക്കെ നമ്മൾ ട്രേഡ് മാർക്ക് എടുക്കുമ്പോഴും നമ്മൾ കറക്റ്റായിട്ട് സെർച്ച് ചെയ്ത് ഇത് കോമൺ നെയിം ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അല്ല, ചിലപ്പോൾ നമുക്കത് കോമൺ ആയിരിക്കില്ല, പക്ഷെ മറ്റുള്ളവർക്ക് കോമൺ ആയിട്ട് തോന്നുന്ന നെയിം ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള സെർച്ച് കണ്ടക്ട് ചെയ്യണം. പിന്നെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും പേര് ഡിസൈൻ ചെയ്തു അല്ലെങ്കിൽ പേര് ചൂസ് ചെയ്യുമ്പോൾ അത് കോമൺ ആയിരിക്കണം. അതായത് കസ്റ്റമേഴ്സിന് അത് പെട്ടെന്ന് പ്രൊണൗൺസ് ചെയ്യാനും പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റുന്ന തരത്തിലുള്ള പേരുകളായിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. പക്ഷേ അങ്ങനെ ചൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്കത് അപ്ലിക്കേഷൻ കിട്ടാനായിട്ട് വളരെ റെയറാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ 10,000-ലധികം അപ്ലിക്കേഷൻസ് രജിസ്ട്രിയിൽ വരുന്നുണ്ട്.
അപ്പോൾ കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കണ്ടേ, നമ്മളൊരു കോമ്പറ്റീറ്റീവ് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിനെ കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള നെയിം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. യുണീക്ക് അല്ലാത്ത ഒരു പേര് ആമസോണെന്നോ ഫ്ലിപ്കാർട്ടെന്നോ ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അല്ലെന്നുണ്ടെങ്കിൽ മാസങ്ങൾക്ക് ശേഷമായിരിക്കും അതിൻ്റെ കോൺസിക്വൻസസ് വരാനുള്ള ചാൻസസ്. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ടുള്ള നെയിംസ് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള നെയിംസ്. ഡിസ്ക്രിപ്റ്റീവ് നെയിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ സ്റ്റോർ, കോഫി ഷോപ്പ്, അതേപോലെ അത് ബിസിനസ് കാറ്റഗറീനെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പേരുകൾ. അത് നമുക്ക് പറയാനൊക്കെ നല്ല എളുപ്പമാണ്, വേറെ കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊന്നുമില്ല, അതേപോലെ സിമിലർ മാർക്കും ഇല്ല. പക്ഷെ എന്താണ്, അത് കോമൺ ആയിട്ടുള്ള ജനറിക് ആയിട്ടുള്ള വേർഡാണ്, അതൊരു ഡിസ്ക്രിപ്റ്റീവ് നെയിം എന്നാണ് അതിന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിസ്ക്രിപ്റ്റീവ് നെയിംസ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ നമ്മൾ ഡൊമൈൻ കൂടെ ചെക്ക് ചെയ്യണം. അതേ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഡൊമൈൻസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനിലെ നമ്മുടെ പോർട്ടലിൽ മാത്രം ചെക്ക് ചെയ്താൽ പോരാ, ഡൊമൈൻ കൂടെ സെർച്ച് ചെയ്യണം. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഡൊമൈൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കൂടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ട്രേഡ് മാർക്ക് നെയിം ഒക്കെ സെർച്ച് ചെയ്തു, ട്രേഡ് മാർക്ക് നെയിമിൽ വേറെ സിമിലാരിറ്റി കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇവരിത് ചെയ്തിരിക്കുന്നത് കോമ്പോസിറ്റ് മാർക്കായിട്ടാണ്. അതായത് അവരുടെ ബ്രാൻഡ് നെയിം ഉണ്ട്, അതിൻ്റെ താഴെ തന്നെ അവരുടെ ടാഗ് ലൈൻ ഉണ്ട്. അവർ പേര് മാത്രം സെർച്ച് ചെയ്തു, ടാഗ് ലൈൻ സെർച്ച് ചെയ്തില്ല. ടാഗ് ലൈൻ സെർച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ടാഗ് ലൈൻ തന്നെ വേറെ ബ്രാൻഡ് നെയിംസ് ഉണ്ടാവാം. അപ്പോൾ ആ ടാഗ് ലൈൻ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, സെർച്ച് ചെയ്യണം. ടാഗ് ലൈൻ സെർച്ച് ചെയ്തിട്ട് അതിന് സിമിലാരിറ്റി ഉണ്ടോ എന്ന് നോക്കണം. കാര്യം കോമ്പോസിറ്റ് മാർക്കായിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നോർമലി നമ്മൾ ആപ്ലിക്കേഷൻ്റെ നെയിം അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം മാത്രം ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകും, ബാക്കിയുള്ള ടാഗ് ലൈനോ കാര്യങ്ങളോ ഒന്നും സെർച്ച് ചെയ്യില്ല. അതേപോലെ തന്നെ ഉണ്ടാവുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോഗോനകത്ത് തന്നെ വേറെ, അതിപ്പോൾ വാട്സാപ്പിൻ്റെ ഒരു സിമ്പല്, ഫേസ്ബുക്കിൻ്റെ സിമ്പലൊക്കെ കോമ്പോസിറ്റ് മാർക്കിന് ഞാൻ ഒരുപാടെണ്ണം കണ്ടിട്ടുണ്ട് അങ്ങനെ. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരുടെ ബ്രാൻഡ് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളുടെ ഒരു ലോഗോ ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷനകത്തോട്ട് അല്ലെങ്കിൽ നമ്മുടെ ലോഗോനോ അകത്തോട്ട് കൊണ്ടുവരാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ട്രേഡ് മാർക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് നെയിം ചൂസ് ചെയ്യുന്ന സമയത്ത് പ്രൊഹിബിറ്റഡ് മാർക്സിൻ്റെ ലിസ്റ്റിൽ പെട്ടിട്ടുള്ള നെയിംസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ വെൽ നോൺ മാർക്സിൽ ഉണ്ടാകുന്ന നെയിം ആണോ എന്ന് കൂടെ ചെക്ക് ചെയ്യണം. അതായത് ട്രേഡ് മാർക്ക് സെർച്ചിൻ്റെ പോർട്ടലിൽ തന്നെ ഒരു പ്രൊഹിബിറ്റഡ് മാർക്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ വെൽ നോൺ മാർക്സിൻ്റെ ലിസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ബ്രാൻഡ് നെയിം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കാര്യം ഈ പേരുകൾ എന്തായാലും നമുക്ക് കിട്ടാനുള്ള യാതൊരു ചാൻസസും ഇല്ല. പ്രൊഹിബിറ്റഡ് മാർക്കിൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുള്ള നെയിം ആണെങ്കിലും അതേപോലെ വെൽ നോൺ മാർക്കിൻ്റെ ലിസ്റ്റിലുള്ള നെയിം ആണെന്നെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ള നെയിംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ അതും നമ്മൾ ക്ലിയർ ആയിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമുക്കൊരു പേര് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് വളരെ 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ അല്ലെങ്കിൽ 1 ദിവസമോ 2 ദിവസമോ ചിലപ്പോൾ അവർ ഒരുപാട് ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചൂസ് ചെയ്ത് അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു പേരായിരിക്കും. പക്ഷേ പേര് ചൂസ് ചെയ്യാൻ ഇത്ര സമയം മതി. പക്ഷെ അത് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് റിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനനുസരിച്ച് അതിന് അകത്ത് മുടക്കിയിട്ടുള്ള മാർക്കറ്റിംഗ്, ലോഗോ ഡിസൈൻ ചെയ്തത്, ഇതിനൊക്കെ നമ്മൾ ഒരുപാട് പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ നഷ്ടത്തിലാക്കുകയാണ്. അപ്പോൾ ബ്രാൻഡ് ചൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെ ചൂസ് ചെയ്യുക. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പേർട്ടിനെ കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പേര് സെർച്ച് ചെയ്ത് വേറെ ഏതെങ്കിലും നെയിംസ് അവൈലബിൾ ആണോ അല്ലയോ, സിമിലർ മാർക്ക് ഉണ്ടോ, പ്രൊഹിബിറ്റഡ് മാർക്കിൻ്റെ ലിസ്റ്റിലുള്ളതാണോ, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് നെയിം ആണോ, കോമൺ നെയിം ആണോ, എല്ലാം ഒരു എക്സ്പേർട്ടിനെ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് തന്നെ നിങ്ങളൊരു ബ്രാൻഡ് നെയിം ചൂസ് ചെയ്യാം. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചിലപ്പോൾ പിന്നെ എടുത്താൽ മതിയായിരിക്കും. പക്ഷേ നമ്മൾ ബ്രാൻഡ് യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെയുള്ള സിമിലർ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന കോൺസിക്വൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ബ്രാൻഡ് നെയിം ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് തന്നെ എടുക്കണം. കറക്റ്റായിട്ടുള്ള ട്രേഡ് മാർക്ക് സെർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യണം. ഇനി സെർച്ച് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നമുക്കൊരു ട്രേഡ് മാർക്ക് ക്ലാസ് എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയലായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കണം. ഇനിയിപ്പോൾ ബ്രാൻഡ് നെയിം ചൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്സ്, അതേപോലെ തന്നെ ബ്രാൻഡ് നെയിം ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ലീഗൽ നോട്ടീസോ അല്ലെന്നുണ്ടെങ്കിൽ ഡിസിസ്റ്റ് നോട്ടീസ് വന്നു, അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള ഡൗട്ട്സ് കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് സെഷനിൽ പറയുന്ന എല്ലാ ഡൗട്ട്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.